എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തിൽ ഇമാമിനെ മുൻകടക്കൽ അതൊരു വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാ. 5 നേരം നിസ്കരിക്കും, 1-ാമത്തെ സഫിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇമാമ റുകൂയിൽ നിന്ന് എഴുന്നേറ്റ് സമിഅല്ലാഹു ലിമൻ ഹമിദ, പടച്ചവനെ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴേ സുജൂദിൽ പോയി കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇമാമിനെക്കാളും മുൻകടന്നു പോകുന്നവർ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാതും മിനല്ലാഹ് വൽ അജ്ലതു മിനശ് ശൈത്വാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാവകാശം അല്ലാഹുവിൽ നിന്നാണ്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സാവകാശം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന്, അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന തിരുതി പിശാചിൽ നിന്നുമാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സാവകാശം ഏതൊരു കാര്യത്തിലും ചില കാര്യങ്ങളിൽ തിരുതി കാണിക്കണം, ചില കാര്യങ്ങളിൽ സാവകാശം വേണം. ഈ സാവകാശം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. തിരുതി കാണിക്ക, വെപ്രാളം. ഇമാമ സുജൂദിൽ എത്തുന്നതിന് മുമ്പേ പോയി സുജൂദും ചെയ്യാൻ വേണ്ടി പോയി കിടക്കുന്ന ആൾക്കാർ, ഇമാമിനെക്കാളും മുൻകടന്നു പോകുന്നവർ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സുജൂദിൽ നേരത്തെ മുൻകടന്നു പോകുന്നവർ കേൾക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇമാം പടച്ചവനെ സുജൂദിലെത്തുന്നതിന് മുമ്പേ പോകുന്നവരെ, നാളെ നിങ്ങൾ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നത് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അമ്മാ യഖ്ശാ അഹദുക്കും ഔ ലാ യഖ്ശാ അഹദുക്കും ഇദാ റഫഅ റഅസഹു ഖബിലൽ ഇമാം أن يجعل الله رأسه رأس الحمار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇമാമിന് മുമ്പേ തല ഉയർത്തുന്നവരുണ്ടല്ലോ, അവന്റെ തല കഴുതയുടെ തലയോട്ടിയാണ്. അവന്റെ തല കഴുതയുടെ തലയോട്ടിയ തലയായിട്ടാണ് അല്ലാഹു മാറ്റുകയോ അല്ലെങ്കിൽ അവന്റെ രൂപത്തെ കഴുതയുടെ രൂപത്തിൽ മാറ്റുകയോ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ച റബ്ബേ, നമസ്കരിക്കുന്ന സമയത്ത്, അതാ നമസ്കാരം നടത്തുന്ന സമയത്ത് ഇമാമിനെക്കാളും മുമ്പേ സുജൂദ് ചെയ്യുന്നവരുണ്ടല്ലോ, ഇമാമിനെക്കാളും മുമ്പേ എല്ലാം ചെയ്യുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവര് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ കഴുതയുടെ രൂപത്തിലാ, അവന്റെ തല കഴുതയുടെ തല പോലെ ഇരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇങ്ങനെയുള്ള പാപങ്ങൾ നിസ്സാരമായി കാണല്ലേ. ഇങ്ങനെയുള്ള പാപങ്ങള്, ഇങ്ങനെയുള്ള തെറ്റുകൾ നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഗൗരവത്തോടു കൂടിയാണ് നിങ്ങൾ കാണേണ്ടത്. അല്ലാഹ് ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാഹ്. എല്ലാവരും അല്ലാഹുവിനോട് ചോദിക്കുന്നത് സ്വർഗമാ. സ്വർഗത്തിൽ പോകാൻ കൊതിയില്ലാത്ത ഒരു മനുഷ്യനുമില്ല. എങ്കിലും സ്വർഗം വേണോ? സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള എളുപ്പവഴിയായി മുത്തുനബി പറഞ്ഞു തന്നത്, ജനങ്ങൾക്ക് പ്രയാസമായി കിടക്കുന്ന, ഉപദ്രവമായി കിടക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു എടുത്തു മാറ്റിയാ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് പ്രവാചകൻ ഇവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അലാ ഖംസ നഫറിൻ ഇന്നഹുന്ന അഹ്ലുൽ ജന്ന. 5 വിഭാഗം സ്വർഗത്തിന്റെ അവകാശികളാ. 5 വിഭാഗം സ്വർഗത്തിന്റെ അവകാശികളാ. നമ്മൾ ഈ വിഭാഗത്തിലുണ്ടോ? ഉമർ തങ്ങൾ പറയുകയാണ്, ഇവർ 5 പേര് സ്വർഗത്തിന്റെ അവകാശിയാ. എനിക്ക് ഭയമില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുമായിരുന്നു. ജനങ്ങൾ ഗൈബിയായ കാര്യങ്ങൾ പറയുന്നവനാണെന്ന് ജനങ്ങൾ പറയില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഉറപ്പിച്ച് പറയുമായിരുന്നു. 5 വിഭാഗം സ്വർഗത്തിലാ. അവരാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഒന്നാമതായി പറഞ്ഞു തരികയാ, 5 വിഭാഗം ആൾക്കാര് സ്വർഗ്ഗത്തിലാ, 5 വിഭാഗം ആൾക്കാര് സ്വർഗ്ഗത്തിലാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അൽ ഫഖീർ സാഹിബുൽ അയ്യാൽ. ഒന്നാമത്തെ മനുഷ്യനാരാ? ഒന്നാമത്തെ മനുഷ്യനാരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മക്കളുള്ള ഫഖീറാ. പടച്ചവനെ, ഒരു ഫഖീറായ മനുഷ്യന്, ആ മനുഷ്യനും മക്കളുണ്ട്, ഒരു പാവപ്പെട്ടവനാണ്. പടച്ചവനെ, അവന് തിന്നാൻ ഭക്ഷണമില്ല, ധരിക്കാൻ വസ്ത്രമില്ല, മക്കളെ കുറിച്ച് വല്ലാതെ ഭീതിയിലാണ്, മക്കളെ കുറിച്ച് വല്ലാത്ത ഭീതിയിലാണ്. ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനുണ്ടല്ലോ, അല്ലാഹുവേ, അവന് സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. നമ്മളിൽ പലർക്കും വലിയ പ്രയാസമാണ്, ഉസ്താദേ പൈസയില്ലല്ലോ. പടച്ചവനെ, പണമില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി പറഞ്ഞതെന്നറിയുമോ? പണമില്ലാതെ പ്രയാസപ്പെടുന്നവരോട്, സമ്പത്തില്ലെന്ന് പറഞ്ഞ് പരാതി പറയുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ അല്ലാഹുവിന്റെ റസൂലിനോട് അബൂ ദർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും പടച്ചവനെ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ മക്കളൊക്കെ ആയിപ്പോയി, 3-4 മക്കളുണ്ട്, എങ്ങനെ കെട്ടിക്കും? പടച്ചവനെ, ദരിദ്രനാണ്, പാവപ്പെട്ടവനാ. ഈ മനുഷ്യൻ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. കാരണം ഈ ദാരിദ്ര്യം ഉണ്ടാവുക, സമ്പത്തില്ലാതെ വരിക, വലിയ പരീക്ഷണങ്ങൾ വരിക, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു, നബിയേ, പട്ടിണിയാണ് നബിയേ, പ്രയാസമാണ് നബിയേ. തന്റെ പ്രയാസങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് പട്ടിണിയെ കുറിച്ച്, പ്രയാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുകയാണ്, ഏ അബൂ സഈദ്, നീ ക്ഷമിക്കുക, നീ ക്ഷമിക്കുക. നിങ്ങളിൽ എന്നെ പ്രിയപ്പെട്ടവരിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ ആരാണോ അധികമായിട്ട് സ്നേഹിക്കുന്നത്, മലഞ്ചെരുവിന്റെ മുകളിൽ നിന്ന് താഴേക്ക് മഴവെള്ളം ഒഴുകി വരുന്നത് വേഗത്തിൽ ദാരിദ്ര്യം അവരെ തേടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ മലയുടെ മുകളിൽ നിന്ന് മഴവെള്ളം ഒഴുകി വരുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, മുത്തുനബിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം അവരെ തേടി വരികയാ. അബൂ സഈദ് അൽ ഖുദരിയോട് നബി പറഞ്ഞു കൊടുത്തതാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ പടച്ചവനെ ഉമൈർ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനാ, സ്വർണ്ണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടക്കുന്ന ഉമൈർ, പടച്ചവനെ സ്വർണ്ണ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഉമൈർ, ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള സുഗന്ധം തേക്കുന്ന ഉമൈർ. ആ ഉമൈർ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, എനിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, ഉമൈറേ, എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം നിന്നെ തേടി വരും ഉമൈർ.
പട്ടിണി നിന്നെ തേടി വരികയാണ്, ദാരിദ്ര്യം നിന്നെ തേടി വരികയാണ്. നിനക്കൊന്നും ശീലമില്ലല്ലോ ഉമൈർ. സ്വർണത്തിന്റെ വസ്ത്രമല്ലേ ധരിക്കുന്നത്, സ്വർണപാത്രത്തിലല്ലേ കഴിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, എന്നെ സ്നേഹിച്ചു കഴിഞ്ഞ ദാരിദ്ര്യം കടന്നു വരുമെന്ന് മുത്തുനബി പറയുമ്പോ കുഴപ്പമില്ല നബിയേ, കുഴപ്പമില്ല നബിയേ എന്ന് പറഞ്ഞ ഉമൈർ റളിയല്ലാഹു തആല പടച്ചവനെ മുത്തുനബിയുടെ ചാരത്തേക്ക് നടന്നു വന്നപ്പോ അവിടെ ധരിച്ചിരുന്ന കീറിപ്പറഞ്ഞ വസ്ത്രം കണ്ടിട്ട് മുത്തുനബി പോലും കരഞ്ഞുപോയി എന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പണമില്ലാത്തതിന്റെ പേരില്, പട്ടിണിയായതിന്റെ പേരില്, പ്രയാസം അനുഭവിക്കുന്നതിന്റെ പേരില് പടച്ചവനെ കരയുന്ന മുസ്ലിമേ, എന്തിനാ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ, ചിലർക്ക് സ്വർഗം നിർബന്ധമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ചിലർക്ക് സ്വർഗം നിർബന്ധമാണ്, പക്ഷേ അമലുകളില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ കയ്യിൽ ഒരു അമലുമില്ല, ഒരു സൽക്കർമ്മവുമില്ല, പക്ഷേ ഇവന് സ്വർഗത്തിന്റെ അവകാശിയാ. അങ്ങനെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് സ്വർഗം കൊടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയുമോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നർ റജുല ലയകൂനു ലഹു ഇൻദല്ലാഹി മൻസിലതൻ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹു ആ മനുഷ്യന് സ്വർഗത്തിൽ വലിയ ഉയർന്ന പദവി നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷേ അമലുകളില്ല, സ്വർഗത്തിൽ പോകാ സൽക്കർമ്മമില്ല. അങ്ങനെ അവസാനം ആ സ്വർഗത്തിലെ ഉന്ന പദവിയിലെത്തിക്കാ അല്ലാഹു വലിയ വലിയ പരീക്ഷണം കൊടുക്കുകയാ. വലിയ വലിയ പരീക്ഷണങ്ങൾ പഠിച്ചവനെ പട്ടിണി കൊടുക്കുകയാണ്, ദാരിദ്ര്യം കൊടുക്കുകയാണ്, രോഗങ്ങൾ കൊടുക്കുകയാണ്, പഠിച്ചവനെ ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കുകയാ. ആ പരീക്ഷണത്തിൽ മുഴുവനും അവന് ശ്രമിക്കുകയാണ്. അവസാനം സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പണമില്ല എന്ന് പറഞ്ഞ് പേടിക്കുന്നവരോട്, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ് കരയുന്നവരോട്, മക്കളുടെ വിവാഹത്തെക്കുറിച്ച് പഠനത്തെക്കുറിച്ച് ആവലാതിപ്പെടുന്നവരോട്, എന്തിനാ മുസ്ലിമേ പേടിക്കുന്നതെന്തിനാ, പ്രയാസപ്പെടുന്നതെന്തിനാ? കോടീശ്വരനായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പ് നിന്റെ കൂടെയുണ്ടല്ലോ, എന്തിനാ നീ ഭയപ്പെടുന്നത്? അള്ളയുണ്ടല്ലോ. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന സമയത്തെ പടച്ചറപ്പ് സർവ്വതും തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ചാരത്ത് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പാവപ്പെട്ടവനായ ഫക്കീറുണ്ടല്ലോ, ഫക്കീറായ മക്കളുള്ള പാവപ്പെട്ടവനുണ്ടല്ലോ, അവന് സ്വർഗ്ഗമുറപ്പാ. പരാതിയില്ല, പരിഭവമില്ല, കുറ്റപ്പെടുത്തലില്ല, അസൂയയില്ല. അല്ലാഹു മറ്റൊരുത്തന് കൊടുത്തത് കണ്ടിട്ട് അവന് യാതൊരു വേദനയുമില്ല. അവൻ ജനങ്ങളോട് മുഴുവനും പരാതി പറഞ്ഞ് നടക്കുന്നവനല്ല. അങ്ങനെ പടച്ചറപ്പ് തരുന്നത് പട്ടിണിയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും എന്താണെങ്കിലും അല്ല തന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുമോ? റസൂലുള്ളാഹി പറഞ്ഞത് മറന്നു പോകരുത്. പണമുള്ളവനല്ല പണക്കാരൻ, കോടികളുള്ളവനല്ല പണക്കാരൻ, പെൻസുകാരുള്ളവനല്ല പണക്കാരൻ. പണച്ചവനെ പിന്നെ ആരാ പണക്കാരനെന്നറിയുമോ? ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗിനന്നാസ്. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാ, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനെന്ന് മുത്തുനബി പറയുമ്പോ പണച്ചവനെ പാവപ്പെട്ടവൻ അല്ലാഹു തരുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വലിയ ഉയരങ്ങളിലെത്തുമെന്നറിയുമോ? മന്ത്രിയല്ല, MLA അല്ല, MP അല്ല, കേന്ദ്രമന്ത്രിയല്ല. പണച്ചവനെ ആ മനുഷ്യന്റെ സ്ഥാനം എന്തെന്നറിയോ? മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ
അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ പടച്ചവനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ പാവപ്പെട്ടവനായ ദരിദ്രനായ ഒരു നേരത്തെ അന്നത്തിന് ഭഗമില്ലാതെ ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ലാത്ത പാവപ്പെട്ടവനായ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, വഴിയിലൂടെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ. റസൂലുള്ള പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്, റസൂലുള്ള പോലും അവിടെ അത്ഭുതപ്പെടുകയാ. ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാ? എന്റെ അബൂദറിന്റെ പേര് നിനക്ക് എങ്ങനെ അറിയാ? എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? ഈ പോകുന്നത് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാ? യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബി അശ്റഫിൽ അർളി. അവിടെന്ന് പറയുന്ന നബിയോ, ഈ ഭൂമിയിലുള്ളവർ അബൂദറിനെ അറിയുന്നതിനേക്കാളും നല്ലതുപോലെ ആകാശത്തിലുള്ള മലക്കുകൾക്ക് അറിയാൻ നബിയോ. ഈ പാവപ്പെട്ടവന്റെ പേരറിയാത്ത, ഈ അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല നബിയോ. എല്ലാവർക്കും പരിചയമുണ്ട്. കാരണമെന്തെന്നറിയോ? അല്ലാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെട്ടവനാ, നാളത്തേക്ക് വേണ്ടി കരുതി വെക്കാത്തവനാ, പണം കെട്ടിപ്പിടിച്ച് നടക്കുന്നവനായിരുന്നില്ല. അതുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അതാ മക്കളുള്ള പാവപ്പെട്ടവനാ. രണ്ടാമതായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ്, അവിടുന്ന് പറയുകയാ, സാഹിബുൽ അയ്യാൽ വൽ മർഅത്തു റാളി അൻഹാ സൗജഹാ വൽ മുതസദ്ദഖത്തു ബിമഹരിഹാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരെ, രണ്ടാമത്തെ വിഭാഗം പെണ്ണുങ്ങളാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന രണ്ട്, ഒന്ന് മക്കളുള്ള പാവപ്പെട്ട മനുഷ്യൻ സ്വർഗ്ഗത്തിലാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തുമാറാകട്ടെ. രാമീൻ പറ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം പെണ്ണുങ്ങളാ, ഭാര്യമാരാ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. വീട്ടിൽ പോയിട്ടൊന്നും ഇന്ന് ചോദിച്ചേക്കരുത് ആരും. വീട്ടിൽ പോയിട്ട് ഭാര്യമാരോട് ആരും ഇത് ചോദിക്കരുത്. ഇതൊക്കെ ചോദിച്ചു നോക്കി അപ്പ അറിയാം വിവരം. ഭാര്യയുടെ സ്വഭാവം അറിയാം. ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ല എന്ന് പറയണ പോലെ എന്റെ ഭാര്യ പാപമാണ് ഉസ്താദ് എന്ന് പറയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. എന്നാൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ചോദിച്ചു നോക്കണം, അപ്പ അറിയാം സ്വഭാവം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, രണ്ട്, ഭർത്താവിന് തൃപ്തിയുള്ള ഭാര്യ. രണ്ടാമത്തെ വിഭാഗം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് അവിടെ നിന്ന് പറയുന്നു, ഭർത്താവിന് തൃപ്തിയുള്ള ഭാര്യ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തമായി കേൾക്കുക, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭർത്താവിന് തൃപ്തിയുള്ള ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരല്പം കൂടെയുണ്ട്, ഞാനത് മാറ്റി പറഞ്ഞതാ. എല്ലാ ഭർത്താവിനോടും അല്ലേ, ചില പെണ്ണുങ്ങളൊക്കെ ഭർത്താവിനോട് വലിയ ഇഷ്ടമാണ്, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും വലിയ ഇഷ്ടമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്നാൽ മഹർ ഭർത്താവിന് സദക്ക നൽകിയ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഭർത്താവിന് തൃപ്തിയുള്ള ഭാര്യ മഹർ ഭർത്താവിന് ദാനം ചെയ്ത സ്ത്രീ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുമ്പോ ആ കഴുത്തി കിടക്കണ മാലയൊന്ന് ചോദിച്ചു നോക്കണം, അപ്പൊ അറിയാം ഭാര്യയുടെ സ്വഭാവം. മഹർ ഒന്ന് ചോദിച്ചു നോക്കണം, അത് മഹറാ, തരൂല. എന്റെ പ്രിയപ്പെട്ടവർ, അത്രയ്ക്ക് നല്ല മനസ്സുള്ളവർ മാത്രമേ ഈ മഹർ കൊടുക്കാറുള്ളൂ.
ഈ മഹർ വിവാഹം കഴിക്കുന്ന സമയത്ത് ഭർത്താവ് മഹറായി കൊടുത്തത് എടുത്തിട്ട് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് എന്ന ദാനമായിട്ട് കൊടുത്തിട്ട് പറയണം നിങ്ങൾ കൊണ്ടുപോയി എന്താ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഭാര്യ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ പെണ്ണുങ്ങളൊന്നും അത് തരാറില്ല. സാധാരണ പെണ്ണുങ്ങളൊന്നും മഹർ കൊടുക്കാറില്ല. ചില കല്യാണം ഇവിടെ കണ്ടപ്പോ ഈ ബന്ധം ഒഴിയുന്ന സമയത്ത് മഹർ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ബിരുദന്മാരുണ്ട്. അതെ, 5 പവന്റെ മാല എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ബന്ധം ഒഴിയുമ്പോ വിവാഹമെല്ലാം കഴിഞ്ഞ് ജീവിച്ചിട്ട് അവസാനം ബന്ധം ഒഴിഞ്ഞിട്ട് ഡൈവേഴ്സായി പോകുമ്പോ ആ കഴുത്തി കിടക്കണ 5 പവൻ എവിടെന്നാ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ അതുവരെ തിരിച്ചും എന്നാ കൊടുക്കരുതെന്നത്. അത് കൊടുക്കാൻ പാടില്ല. മഹർ ആ പെണ്ണിനുള്ളതാ, കൊടുക്കാൻ പാടില്ല. അത് തിരിച്ചു വാങ്ങാനും പാടില്ല. അത് ആ പെണ്ണിന് മഹർ കൊടുത്തതാണ്, അത് തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പം പറഞ്ഞു വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വിഭാഗം, മൂന്നാമത്തെ അവിടെ നിന്ന് പറഞ്ഞു ഭർത്താവിന് തൃപ്തിയുള്ള ഭാര്യ, മഹർ ദാനം ചെയ്ത ഭർത്താവിന്, നാട്ടുകാർക്കല്ലട്ടാ, അത് വ്യക്തമായി കേൾക്കണം. അയൽവാസി വന്ന് ചോദിച്ച ആമിന ഇത്തിരി കടവും പ്രയാസവും ഒക്കെ എന്നാടി മഹറൂരി കൊടുക്കണ പെണ്ണിനെയല്ല പറഞ്ഞത്. മഹർ ഭർത്താവിന് ദാനം ചെയ്ത പെണ്ണവൾ സ്വർഗത്തിലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാനം ചെയ്യുക എന്ന് പറയുന്ന ഇതെല്ലാവരെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് മഹർ കൊടുക്കുക എന്ന് പറയുന്നത് കുടുംബജീവിതമൊക്കെ വല്ലാതെ ഇപ്പം അടിച്ചു പിരിഞ്ഞ് എവിടെ നോക്കിയാലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ യതീമായി പോകുന്നതിനെ കുറിച്ച് ആർക്കും ഇവിടെ ഒരു വലിയ ഇതൊന്നുമില്ല. എല്ലാ അടിയും ബഹളവും കുടുംബകലഹങ്ങളും പള്ളികളിലൊക്കെ പടച്ചവനെ ഇപ്പോ ഇങ്ങനെ വലിച്ചിരുത്തിയിട്ട് ചർച്ചകൾ നടക്കുന്ന കാലമാണ്. കുടുംബജീവിതത്തിൽ ഇങ്ങനെ വലിയ അടിയും വഴക്കും നിസാര കാര്യങ്ങളുടെ പേരിൽ പോലും തലാഖുകൾ. ഇപ്പൊ പിന്നെ തലാഖില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അകത്തുപോയി കിടക്കുന്നു പേടിയുള്ളത് കാരണം. വളരെ ക്രൂരന്മാരായ ചില ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു എല്ലാത്തിനും ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരികയാ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭർത്താവ് തൃപ്തിയുള്ള ഭാര്യ അവിടെ നാളെ സ്വർഗത്തിലാണ്. മൂന്നാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു, തന്റെ ഭർത്താവ് വിവാഹം കഴിക്കുന്ന സമയത്ത് കൊടുത്ത മഹർ തന്റെ ഭർത്താവിന് തന്നെ ദാനം ചെയ്ത ഭാര്യ, ആ പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നാലാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള സന്താനം. വളരെ ഗൗരവത്തോടു കൂടി കാണാം. നമുക്കൊക്കെ മാതാപിതാക്കളോട് വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. പക്ഷെ മാതാപിതാക്കൾക്ക് തിരിച്ചിഷ്ടമുണ്ടാകണം. ചില മക്കളോട് വലിയ സ്നേഹമായിരിക്കും. മാതാപിതാക്കൾക്ക് മക്കളോട് ഇഷ്ടം തോന്നുക, മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്ന മക്കൾ അവർ സ്വർഗത്തിന്റെ അവകാശികളാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. മാതാപിതാക്കൾ ഇപ്പൊ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളോട് ഒരേ സ്നേഹമുള്ളവരല്ല, അങ്ങനെ ആയിരിക്കത്തില്ല. ചെറിയ ഏറ്റിറക്കൊക്കെ ഉണ്ട്. ചില മക്കളോട് വലിയ സ്നേഹം ഒന്നുകിൽ മൂത്ത മകനോടായിരിക്കും, അല്ലെങ്കിൽ ഇളയ മകനോടായിരിക്കും. ഇളയ മകനോടാണ് കൂടുതലും മാതാപിതാക്കൾക്ക് സ്നേഹം. ഇപ്പോഴും അവനെ പിടിച്ചു മടിയിൽ കിടത്തും, അവന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കും, അവന് ചോറ് വെച്ചു കൊടുക്കും, എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവന് ഇത്തിരി കൂടുതൽ കൊടുക്കും. സ്വന്തം സഹോദരങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അപ്പൊ മാതാപിതാക്കൾക്ക് ചില മക്കളോട് വലിയ സ്നേഹമാണ്. അത് വേർതിരിവല്ല, ഒരിക്കലും വേർതിരിവെന്ന് പറയാൻ കഴിയില്ല. വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്ന്, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ വ്യക്തമായി കേൾക്കണം. പക്ഷേ മാതാപിതാക്കൾക്ക് എന്തോ മാനസികമായിട്ട് ചില മക്കളോട് അല്പം സ്നേഹം കൂടുതലാണ്. കാരണം ചിലപ്പോൾ അവരുടെ പെരുമാറ്റം കൊണ്ടായിരിക്കാം, അവരുടെ എന്തെങ്കിലും പെരുമാറ്റം കൊണ്ടായിരിക്കാം മാതാപിതാക്കൾക്ക് ആ മക്കളോട് വലിയ സ്നേഹം തോന്നുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം തോന്നുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗം കൊടുക്കുമെന്നാണ്. കാരണം മാതാപിതാക്കളുടെ തൃപ്തി അല്ലാഹുവിന്റെ തൃപ്തിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു എവിടെയെല്ലാം അല്ലാഹുവിനെ കുറിച്ച് ഇബാദത്തുകളെ കുറിച്ച് പറയുന്നുണ്ടോ ആ സമയത്ത് മാതാപിതാക്കളെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പടച്ചവനെ മാതാപിതാക്കളുടെ ദുആ കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാകാൻ പറ്റുമല്ലോ. എത്ര വലിയ ഉയരങ്ങളിലെത്താൻ പറ്റുമല്ലോ.
മാതാപിതാക്കളുടെ എതിരായിട്ടുള്ള ദുആ കൊണ്ട് എത്ര ഉയരങ്ങളിലെത്തിയാലും താഴെ എത്താൻ കഴിയുമല്ലോ. എത്രയോ ചരിത്രങ്ങൾ അറിയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തു, ആയിഷ, സ്വർഗത്തിൽ ഞാനൊരു സ്വഹാബിയെ കണ്ടു. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. ആരാ? ഹാരിസ് ഇബ്നു നുഅ്മാൻ. മലക്കുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്, മലക്കുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഹാരിസാണ് നബിയേ, അത് ഹാരിസാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ, ഹാരിസ് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ ഞാൻ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്നത് കണ്ട് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരനാ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത്, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് പടച്ചവരെ ഇങ്ങനെ ഒരു കൊട്ടാരം കിട്ടാനുള്ള കാരണമെന്താ? കദാക്കൽ ബിർറു, തന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് പടച്ച റബ്ബ് കൊടുത്ത പ്രതിഫലമാ. പടച്ചവനെ ഇന്ന് അസർ കഴിഞ്ഞപ്പോ തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു പ്രിയപ്പെട്ട മാതാവ് വിളിക്കുകയാണ്, കരയുകയാണുമ്മ. ഉസ്താദേ, ക്യാൻസർ രോഗമാണ്. ആരുമില്ല ഉസ്താദേ, എന്റെ പൊന്നുമോളും എന്റെ പൊന്നുമോൻ എന്നെ കളഞ്ഞിട്ട് പോയി. ക്യാൻസർ രോഗം പിടിച്ച പ്രിയപ്പെട്ട മാതാവ് അല്ലാഹുവേ കരയുകയാണ്. നോക്കാൻ ആരുമില്ല, നോക്കാൻ ആരുമില്ല. പടച്ചവനെ, മകന് ഭാര്യയുടെ വീട്ടിലാ. ക്യാൻസർ രോഗം പിടിച്ച ഉമ്മ വീടിന്റെ അകത്താ. അയൽവാസികളാണ് നോക്കുന്നത്, സഹായിക്കാൻ ആരുമില്ല. എങ്ങനെ കഴിയുന്നു മനുഷ്യ സ്വന്തം ഉമ്മയെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ? പടച്ചവനെ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്നെ പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവിന് ക്യാൻസർ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുന്ന മാതാവിനെ വലിച്ചെറിഞ്ഞിട്ട് പോകാറ് എങ്ങനെയാണ് റബ്ബേ, എങ്ങനെയാണ് റബ്ബേ മക്കൾക്ക് കഴിയുന്നത്? പടച്ചവനെ, ആ പ്രിയപ്പെട്ട സഹോദരി അല്ലാഹുവേ, ആ പെണ്ണാസ ഉമ്മയുടെ വീടിന്റെ ചാരത്തുള്ള ഒരു പൊന്നുമോള് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദ് 45 വയസ്സായി ഉസ്താദ്, വിവാഹം കഴിഞ്ഞിട്ടില്ല. 45 വയസ്സുള്ള പൊന്നുമോള് പടച്ചവനെ വാപ്പ ഏതോ ഒരു മുസ്ലിമായ പെണ്ണുമായിട്ട് വിളിച്ചോടി. കാരണം പടച്ചവനെ പിന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വിവാഹാലോചനകൾ വരുന്നുണ്ട്. വരുന്നവർ മുഴുവനും പറയുകയാ, ഉമ്മാനെ നോക്കാൻ പറ്റൂല. പടച്ചവനെ, മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന മക്കളുമുണ്ട്. 45 വയസ്സുള്ള പൊന്നുമോളെ കെട്ടാൻ വരുന്നവർ മുഴുവനും പറയുകയാണ്, ഈ പ്രായമുള്ള ഉമ്മയെ നോക്കാൻ പറ്റൂല, ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കാറ്. ആ പ്രിയപ്പെട്ട സഹോദരി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഉസ്താദ്, എന്നെ നൊന്ത് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട മാതാവിനെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് എനിക്കൊരു ജീവിതം വേണ്ട, അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. എന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നത്, എന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലല്ലേ. അല്ലാഹുവേ, ആ പെങ്ങൾക്കൊരു ജീവിതം കൊടുക്കണേ അല്ലാ. നിന്നെ പേടിച്ചുകൊണ്ട് 5 നേരം നിസ്കരിച്ചുകൊണ്ട് കരയുന്ന പാപവാ അല്ലാ, മനസമാധാനം കൊടുക്കണേ അല്ലാ. കൈവിടല്ലേ അല്ലാ, സഹായിക്കണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ് നാലാമത്തെ വിഭാഗം ആരെന്നറിയുമോ? മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള സന്താനമാ. പടച്ചവനെ അഞ്ചാമത്തെ വിഭാഗമാരാ? തെറ്റിൽ നിന്ന് പിന്മാറി പശ്ചാത്തപിക്കുന്ന മനുഷ്യനാ. സ്വർഗമുണ്ടടാ, ഉമറുതങ്ങളെ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ അഞ്ചാമത്തെ വിഭാഗമാരാ? അവന് കള്ള് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തു പോയത് മുഴുവനും തെറ്റാണെന്ന് മനസ്സിലാക്കി ഈ ലോകത്തിന്റെ ദിവനായ പടച്ചറപ്പിന്റെ ദുർബാറിലേക്ക് ഇത് കരങ്ങൾ എത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് അവിടുന്ന് തൗബ ചെയ്ത മനുഷ്യ, നിനക്ക് കിട്ടുന്ന പ്രതിഫലമാ. തൗബ ചെയ്തവന് കിട്ടുന്ന പ്രതിഫലമാ. നിസ്കരിച്ചവന്റെ പ്രതിഫലമല്ല, ഖുർആൻ ഓതിയവന്റെ പ്രതിഫലമല്ല, സദഖ കൊടുത്തവന്റെ പ്രതിഫലമല്ല. പിന്നെ ആരുടെ പ്രതിഫലമെന്നറിയുമോ? ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ പടച്ചറപ്പിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞവരാ, തൗബ ചെയ്ത നന്നായവനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. തൗബ ചെയ്യാ സമയം കിട്ടണമെന്നില്ല. ഒന്ന് തൗബ ചെയ്യാറ്, ഒന്ന് പശ്ചാത്തപിക്കാ. പടച്ചറപ്പിന്റെ മുന്നിൽ ഇത് കരങ്ങൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ബന്ധിപ്പോയവർക്ക് പടച്ചവനെ നീയിരിക്കുന്ന പുറത്തുതായെന്ന് പറയാ സമയം കിട്ടണമെന്നില്ല സഹോദരാ. ഏത് കോലത്തിലാ മരണം വരുന്നതെന്നറിയില്ലല്ലോ.